ഈ ഐസ് ആയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു കൂളിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളും അല്ലെങ്കിൽ കൂളന്റിന്റെ ആ ഒരു പ്രവർത്തനവും കാര്യങ്ങളൊന്നും ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് റേഡിയേറ്ററിന്റെ അകത്ത് നമ്മളിപ്പോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണല്ലോ, അപ്പൊ പെട്ടെന്ന് ബോയിൽ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പം വെള്ളമാണ് നമ്മളെ റേഡിയേറ്ററിന്റെ അകത്തുള്ളതെന്നുണ്ടെങ്കിൽ. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അമീൻ ഷാബാസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കാറുകളിലുള്ള കൂളിംഗ് സിസ്റ്റം. എന്താണ് കൂളിംഗ് സിസ്റ്റം എന്നുള്ളതാണ് ഞാൻ മെയിൻ ആയിട്ട് പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ കൂളിംഗ് സിസ്റ്റത്തിനെ കുറിച്ചിട്ട് വലിയ ധാരണയൊന്നും ഇല്ലാതെ വണ്ടി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഭാവിയിൽ വരുന്ന പ്രശ്നങ്ങളും, അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ ലോങ് ഒക്കെ പോകുന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതിനു മുമ്പ് വണ്ടികളുടെ മെക്കാനിക്കൽ വീഡിയോസ്, അതുപോലെ തന്നെ നമ്മളെ വർക്ക്ഷോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ, അതുപോലെ തന്നെ കാറിന്റെ റിവ്യൂ, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ചാനലിൽ എന്തായാലും വരും. അതുപോലെ തന്നെ ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസും നമ്മളെ ഈ ഒരു ചാനലിൽ വരും. അതുപോലെ തന്നെ ഓർബിസ് ഗാരേജ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുന്നുണ്ട്. അതിലും നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മളെ ഫോളോ ചെയ്യാം. അതിലും ഒരുപാട് കാര്യങ്ങൾ എന്തായാലും ഇനി മുതൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഒരുപാട് ആൾക്കാർ വീഡിയോ കാണുന്നത്. നമുക്ക് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനിയും നല്ല നല്ല ഒരുപാട് വീഡിയോസ് എന്തായാലും നമ്മളെ ചാനലിൽ ഞാൻ കൊണ്ടുവരുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇനി ഒട്ടും സമയം കളയണ്ട, നേരെ നമ്മളെ കാര്യത്തിലോട്ട് കിടക്കാം. അതായത് എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംഭവം എന്താണ്, ആ ഒരു പേരിൽ തന്നെ ഉണ്ടല്ലോ. എഞ്ചിൻ കൂളിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഇന്റേണൽ കമ്പഷൻ എഞ്ചിനുകളിൽ യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട സെക്ഷൻ തന്നെയാണ് ഈ ഒരു കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ഒരു IC എഞ്ചിൻ അല്ലെങ്കിൽ ഇന്നത്തെ മോഡേൺ കാറുകളിലൊക്കെ യൂസ് ചെയ്യുന്ന എഞ്ചിനാണ് ഈ ഒരു ഇന്റേണൽ കമ്പഷൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പം ഈ എഞ്ചിനുകളിൽ ഇപ്പോൾ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എയർ ഫ്യൂൽ മിക്സ്ചറിനെ എഞ്ചിൻ സിലിണ്ടറുകളിലോട്ട് കടത്തി വിട്ടതിന് ശേഷം നമ്മളെ സ്പാർക്ക് പ്ലഗിലൂടെ സ്പാർക്ക് കൊടുത്തുകൊണ്ടാണ് ശരിക്കും അതിൽ വലിയൊരു എക്സ്പ്ലോഷൻ നടത്തിക്കൊണ്ടുള്ള ആ ഒരു പവറിന്റെ ഔട്ട്പുട്ടിനെ വീലുകളിലോട്ട് കൊടുത്തിട്ടാണ് ശരിക്കും പെട്രോൾ എഞ്ചിനുകൾ വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ പെട്രോൾ എഞ്ചിനിൽ നിന്നുള്ള പവർ നമ്മൾ യൂസ് ചെയ്തിട്ട് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു വലിയൊരു എക്സ്പ്ലോഷന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ഒരുപാട് നല്ല പ്രഷറും അതേപോലെ തന്നെ നല്ല ഹീറ്റും ഒക്കെ എന്തായാലും ആ ഒരു എഞ്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. അപ്പം അത്രയും ഒരുപാട് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മളെ എഞ്ചിൻ എന്താവും, ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് കൂളിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് പെട്രോൾ എഞ്ചിനെ കുറിച്ചാണ്. ഇനിയിപ്പോ ഡീസൽ എഞ്ചിൻ ആണെങ്കിലും വേറൊരു രീതിയിലാണ് ആ ഒരു എക്സ്പ്ലോഷൻ നടക്കുന്നത്. അതായത് എയറിനെ സിലിണ്ടറുകളിലോട്ട് കടത്തി വിട്ടിട്ട് അതിലെ ആ ഹൈ പ്രഷർ ഹൈ ടെമ്പറേച്ചറിൽ കംപ്രസ് ചെയ്യുമ്പോൾ അതിലോട്ട് ഫ്യൂവലിനെ ഇഞ്ചക്ട് ചെയ്തുകൊണ്ടാണ് അതിൽ വലിയൊരു എക്സ്പ്ലോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ഇപ്പം പെട്രോൾ എഞ്ചിൻ ആണെങ്കിലും ഡീസൽ എഞ്ചിൻ ആണെങ്കിലും രണ്ടിലും ഇതേപോലെ തന്നെ ഹൈ എക്സ്പ്ലോഷനിലൂടെയാണ് ശരിക്കും ഈ ഒരു എഞ്ചിനും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത്. അല്ലെങ്കിൽ അത്തരം എക്സ്പ്ലോഷനിൽ ഉണ്ടാവുന്ന ആ ഒരു പവർ ഔട്ട്പുട്ടിനെ നമ്മളെ റോഡിൽ വീലുകളിലോട്ട് കൊടുത്തതിന് ശേഷമാണ് ഈ ഒരു വണ്ടി ഡ്രൈവിംഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഈ ഒരു കാറിന്റെ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം പോസിബിൾ ആക്കുന്നത്. അപ്പം ഇത്രയും ഹൈ ടെമ്പറേച്ചർ ഹൈ പ്രഷർ ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്തു പോകുന്ന എൻജിനെ അതിന്റെ ആ ഒരു കൂളിങ്ങിന്റെ എഫിഷ്യൻസി നല്ല രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമേ എഞ്ചിന്റെ ലൈഫ് മാക്സിമം കിട്ടുള്ളൂ. അതായത് ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ വരുന്ന പാർട്ടുകൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റേഡിയേറ്റർ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ റേഡിയേറ്റർ ഫാൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ തെർമോസ്റ്റാറ്റ് അസംബ്ലി ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മളെ വാട്ടർ പമ്പ്, ഇങ്ങനത്തെ കുറച്ച് പാർട്സ് ആണ് ശരിക്കും ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിലുള്ളത്. അപ്പം നമ്മളെ എഞ്ചിൻ ഇപ്പം രാവിലെ സ്റ്റാർട്ട് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പം ഒരു മിനിമം ടെമ്പറേച്ചറിൽ എത്തുന്ന, അല്ലെങ്കിൽ ഒപ്റ്റിമൽ ടെമ്പറേച്ചറിൽ നമ്മളെ എഞ്ചിനെ നിർത്തുക, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു ഒപ്റ്റിമൽ ടെമ്പറേച്ചറിലോട്ട് എത്തിക്കഴിഞ്ഞാൽ മാത്രമേ ശരിക്കും ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ സർക്കുലേഷൻ കംപ്ലീറ്റ് ആയിട്ട് നടക്കുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൺട്രോൾ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇത്തരം ഒരുപാട് പാർട്ടുകൾ യൂസ് ചെയ്തിട്ടാണ് ശരിക്കും ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. അപ്പം ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ട് ആ ഒരു കൂളിങ്ങിന്റെ എഫിഷ്യൻസി കിട്ടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വേണം നമ്മൾ കൂളിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കാനായിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ വെള്ളമാണ് കൂളിംഗ് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ റേഡിയേറ്ററിൽ ഇന്നും ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ റേഡിയേറ്റർ ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിനിലുള്ള പാർട്സുകൾ, അതുപോലെ തന്നെ ഈ ഒരു കൂളന്റിന്റെ ലൈൻ, എഞ്ചിനിലൂടെ കടന്നു പോകുന്ന ലൈനൊക്കെ ഉണ്ട്. അപ്പം ഇവിടെയൊക്കെ കൊറോഷൻ അല്ലെങ്കിൽ തുരുമ്പെടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ തെർമോസ്റ്റാറ്റ് അസംബ്ലി കംപ്ലൈന്റ് ആവാൻ ചാൻസ് ഉണ്ട്, പെട്ടെന്ന് റേഡിയേറ്റർ ലീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം
സ്ഥിരമായിട്ടുള്ള ഈ ഒരു വെള്ളം അല്ലെങ്കിൽ നമ്മളെ ടാപ്പ് വാട്ടർ അല്ലെങ്കിൽ മിനറൽ വാട്ടർ ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മളെ എഞ്ചിൻ കോമ്പണന്റ് അല്ലെങ്കിൽ റേഡിയേറ്റർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഡാമേജ് ആവാനും ഒരുപാട് ക്യാഷ് നമ്മളെ കയ്യിൽ നിന്ന് പോകാനും ചാൻസ് ഉണ്ട്. ഇനി കൂളന്റിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ കൂളന്റ് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അത് വെള്ളം അല്ലെങ്കിൽ ഇപ്പൊ 1 ലിറ്റർ കൂളന്റിന് 3 ലിറ്റർ വെള്ളം അല്ലെങ്കിൽ അങ്ങനത്തെ ചിലത് 4 ലിറ്റർ എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. പക്ഷെ അധികവും 3 ലിറ്റർ 1:3 എന്നൊക്കെയാണ് വരുന്നത്. അപ്പം ഈ ഒരു റേഷ്യോ അനുസരിച്ച് നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ മാത്രം യൂസ് ചെയ്യാം. നമ്മൾ വെള്ളത്തിന്റെ കാര്യം മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ്. എങ്കിൽ നമ്മളെ ഈ ഒരു കൂളിംഗ് സിസ്റ്റത്തിന്റെ കോമ്പണന്റ് ഇപ്പൊ തെർമോസ്റ്റാറ്റ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ വാട്ടർ പമ്പ് ആയിക്കോട്ടെ, ഇതൊക്കെ നമ്മൾ വെള്ളം യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പൊ വാട്ടർ പമ്പ് ഒക്കെ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് ഒരുവിധം വണ്ടീന്റെ വാട്ടർ പമ്പും കാര്യങ്ങളൊക്കെ. അത് മാത്രമല്ല, ഈ ഒരു വാട്ടർ പമ്പ് റീപ്ലേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൈമിങ്ങിന്റെ സെക്ഷനും കൂടെ നമ്മൾ അയച്ചിട്ടൊക്കെ പണിയെടുക്കേണ്ടി വരും. അപ്പൊ ഒരു ടൈമിംഗ് ബെൽറ്റും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രൊസീജിയറിലുള്ള ലേബറും കാര്യങ്ങളൊക്കെ ഈ ഒരു വാട്ടർ പമ്പ് മാറ്റാനായിട്ട് വരും. അതുപോലെ തന്നെ വാട്ടർ പമ്പിന് അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. ഇനി റേഡിയേറ്ററും അത്യാവശ്യം എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പം നമ്മൾ ഇപ്പം മാരുതി സുസുക്കി, അതേപോലെ തന്നെ ടൊയോട്ട, ഹ്യുണ്ടായി, അതുപോലെ തന്നെ മെഴ്സിഡീസ് ബെൻസ്, BMW, ഇങ്ങനെ ഒരുപാട് ബ്രാൻഡുകളിലുള്ള കാറുകൾ വരുന്നുണ്ട്. അപ്പം ഓരോ ബ്രാൻഡും അല്ലെങ്കിൽ ഓരോ കമ്പനിയും വ്യത്യസ്തമായിട്ടുള്ള കളറിലുള്ള കൂളന്റുകൾ യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം കൂളന്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവത്തിന് പല രീതിയിൽ യൂസേജ് വരുന്നുണ്ട്. അപ്പം കളർ ഡിപ്പെൻഡ് ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം റെഡ് വരുന്നുണ്ട്, പിങ്ക് വരുന്നുണ്ട്, ബ്ലൂ വരുന്നുണ്ട്, ഗ്രീൻ വരുന്നുണ്ട്. ഇപ്പം ഹ്യുണ്ടായിന്റെ ഒക്കെ വണ്ടികളുടെ എക്സാമ്പിൾ പറയാന്നുണ്ടെങ്കിൽ അധികവും ഗ്രീൻ കളറാണ് യൂസ് ചെയ്ത് വരാറുള്ളത്. അപ്പം ബ്ലൂ കളർ യൂസ് ചെയ്യുന്ന മറ്റു വണ്ടികളുണ്ട്. ഇങ്ങനെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് കൂളന്റ് യൂസ് ചെയ്യുന്ന പല രീതിയിലുള്ള വണ്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഈ ഒരു കൂളന്റിന്റെ കളറിന്റെ ആ ഒരു കാര്യങ്ങളും അതേപോലെ തന്നെ കൂളന്റിലുള്ള ആ ഒരു ഓരോരോ കൂളന്റിനും എന്തൊക്കെയാണ് ഡിഫറൻസ് വരുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ജസ്റ്റ് അതിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ കൊടുക്കും. ഇനിയിപ്പോ നമ്മൾ കൂളന്റിന് പകരം വെള്ളമാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റേഡിയേറ്ററിന്റെ അകത്ത് നമ്മളിപ്പോ ഒരു ക്ലോസ്ഡ് സിസ്റ്റം ആണല്ലോ, അപ്പൊ പെട്ടെന്ന് ബോയിൽ ആവാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരിക്കും. അപ്പം വെള്ളമാണ് നമ്മളെ റേഡിയേറ്ററിന്റെ അകത്തുള്ളതെന്നുണ്ടെങ്കിൽ അത് അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് തിളയ്ക്കാൻ കാരണമാവുകയും ആവിയായി പോകാനൊക്കെ ഉള്ള ഒരു ചാൻസും കൂടെ വെള്ളം യൂസ് ചെയ്യുന്ന സമയത്തുണ്ട്. അതുപോലെ തന്നെ നമ്മൾ തണുത്ത പ്രദേശങ്ങളിലാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം പെട്ടെന്ന് ഐസ് ആവാനും ചാൻസ് ഉണ്ട്. അതായത് ഫ്രീസിങ് പോയിന്റ് കുറവാണ്. അപ്പം ഈ ഐസ് ആയി കഴിഞ്ഞാൽ നമ്മളെ വണ്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു കൂളിംഗ് എഫിഷ്യൻസിയും കാര്യങ്ങളും അല്ലെങ്കിൽ കൂളന്റിന്റെ ആ ഒരു പ്രവർത്തനവും കാര്യങ്ങളൊന്നും ഈ ഒരു വെള്ളം കൊണ്ട് നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ കൂളന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കൂളന്റിന്റെ ഫ്രീസിംഗ് പോയിന്റ് കുറവായതുകൊണ്ട് തന്നെ തണുത്ത പ്രദേശങ്ങളിൽ ഐസ് ആയി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. അതേപോലെ തന്നെ നമ്മൾ ബോയിലിംഗ് പോയിന്റ് കൂടുതലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിളയ്ക്കാനുള്ള ആ ഒരു ടെൻഡൻസിയും ഇല്ല എന്നുള്ളതാണ് കൂളന്റ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ. അതായത് പ്രോപ്പർ ആയിട്ട് എഞ്ചിന് വേണ്ട കൂളിംഗ് എന്ന് പറയുന്ന ആ ഒരു കൂളിംഗ് സിസ്റ്റത്തിൽ കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ കൂളന്റ് തന്നെ യൂസ് ചെയ്യണം. കൂളന്റ് എന്ന് പറയുന്ന ആ ഒരു സെക്ഷൻ അല്ലെങ്കിൽ കൂളന്റിനെ കുറിച്ച് അതിന്റെ വിവിധ കളറുകൾ, അതേപോലെ തന്നെ കൂളന്റിന്റെ യൂസ് അല്ലെങ്കിൽ ഓരോ കളറിന്റെ കൂളന്റിന്റെ യൂസ് എന്താണ്, അല്ലെങ്കിൽ ഓരോരോ സമയത്ത് യൂസ് ചെയ്യേണ്ട കൂളന്റ്, ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കൂളന്റിന്റെ മാത്രം സെക്ഷനിലുള്ള ഒരു വീഡിയോ വേണമെങ്കിൽ ഞാൻ എന്തായാലും ഇതിന് ശേഷം തയ്യാറാക്കാം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ, തുടങ്ങുമ്പോൾ പറഞ്ഞ പോലെ തന്നെ, ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് എന്തായാലും കാണാം. അതിനു മുമ്പ് ഈ വീഡിയോ എന്തായാലും ഇപ്പൊ തന്നെ ലൈക്ക് ചെയ്യുക. അപ്പൊ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.